ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ നിന്നും എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ ഈ പാഠത്തിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യവും ഈസിയായി സോൾവ് ചെയ്യാം. 7ാം ക്ലാസ് മുതൽ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളുടെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പാഠത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കുറച്ച് പ്രത്യേകതകളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ പാഠം നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം ഈക്വൽ ഡിവിഷൻ അഥവാ സമഭാഗം. പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിനെ ഈക്വലായി അഥവാ സമമായി മുറിക്കുക എന്നതാണ് ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം അൺഈക്വൽ ഡിവിഷൻ അഥവാ അസമഭാഗങ്ങൾ. പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിനെ അൺഈക്വലായി അഥവാ തന്നിരിക്കുന്ന റേഷ്യോയിൽ അഥവാ അംശബന്ധത്തിൽ മുറിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഈക്വൽ ഡിവിഷൻ അഥവാ സമഭാഗം. ഇവിടെ നമുക്ക് 4 ലൈൻസുകൾ തന്നിട്ടുണ്ട്. ഈ ലൈനിനെ കട്ട് ചെയ്തു പോകുന്ന മറ്റൊരു ലൈനും തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്താണ് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ. ഈ 2 ലൈനുകളും ഒരിക്കലും കൂട്ടിമുട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ലൈനുകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്നത്. അതായത് ഈ ലൈനുകളുടെ ഈ അറ്റത്തെ ഡിസ്റ്റൻസും അതുപോലെ ഈ അറ്റത്തെ ഡിസ്റ്റൻസും തുല്യമായിരിക്കും. അങ്ങനെയുള്ള വരകൾ ഒരിക്കലും ടച്ച് ചെയ്യില്ല. എത്ര ദൂരം നമ്മൾ വരയ്ക്കുകയാണെങ്കിലും അവ തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനെയുള്ള വരകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 4 സമാന്തര വരകൾ അല്ലെങ്കിൽ 4 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? ഈ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ ഇവിടെ തുല്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓരോ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകളും തുല്യമാണ്. നമുക്ക് എക്സ് എന്നെടുക്കാം. ഇനി ഈ പാരലൽ ലൈൻസുകളെ കട്ട് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഇങ്ങനെ 4 പാരലൽ ലൈൻസും അവ തമ്മിലുള്ള അകലം തുല്യവുമാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിനെ ഈ പാരലൽ ലൈൻസുകൾ അഥവാ ഈ സമാന്തര വരകൾ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അഥവാ സമമായിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക. അതായത് ഈ ലൈന് 6 സെന്റിമീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു പോർഷൻ 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു ലെങ്ത് 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു ലെങ്ത്തും 2 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ സമമായിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള വരയെ ഈക്വലായി അല്ലെങ്കിൽ സമമായി മുറിക്കണമെങ്കിൽ ആ പാരലൽ ലൈൻസുകൾ അഥവാ സമാന്തര വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ തുല്യമായിരിക്കണം. അത്രയാണ് അവിടെ പറയുന്ന ഒരു കാര്യം. ഇനി അത് നമ്മൾ ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് 3-4 പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. ഈ 4 വരകളും തമ്മിലുള്ള അകലം തുല്യമാണെങ്കിൽ ഈ വരകൾ ആ സ്ട്രെയിറ്റ് ലൈനിനെ ഈക്വൽ അഥവാ സമമായിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക. ഇതുപോലെ തിരിച്ചു പറയുകയാണെങ്കിലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ പാർട്സ് അഥവാ സമഭാഗങ്ങളായി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിക്കുന്ന വരകൾ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ ആയിരിക്കും. അവ തമ്മിലുള്ള അകലം തുല്യമായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈക്വൽ ഡിവിഷൻ അഥവാ സമഭാഗം എന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഈ ഭാഗത്ത് നിന്നും വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഈ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു പോർഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഡ്രോ എ 7 സെന്റിമീറ്റർ ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 3 ഈക്വൽ പാർട്സ്. 7 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3 സമഭാഗങ്ങളാക്കുക. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഈ 7 സെന്റിമീറ്റർ ലൈനിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം.
നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പാരലൽ ലൈൻസുകൾ ഉപയോഗിച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ. ഇവിടെ നമുക്കിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 7/3 ചെയ്യും. 7/3 എന്ന് പറയുന്നത് 2.33 എക്സെട്ര ആണ്. ഇത് നമുക്ക് സ്കെയിലിൽ അളക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ 7 സെന്റിമീറ്റർ ലൈനിനെ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് പാരലൽ ലൈൻസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക? അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് 3 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ 4 പാരലൽ ലൈൻസുകൾ വരയ്ക്കുന്നു. ഓക്കെ, 4 പാരലൽ ലൈൻസുകൾ വരയ്ക്കുമ്പോൾ ഇവ 4 പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളായിരിക്കണം. ഈ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള അകലങ്ങൾ തുല്യവുമായി കഴിഞ്ഞാൽ നമുക്ക് 7 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്ടായി കിട്ടും എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 4-3 പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരയ്ക്കും. ആ സമാന്തര വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ തുല്യമായിരിക്കും. അങ്ങനെ നമ്മൾ ഈ 7 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കബിൾ ആയിട്ട് വരയ്ക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 7 സെന്റിമീറ്റർ ലൈന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. 7 സെന്റിമീറ്റർ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ 7 സെന്റിമീറ്റർ ലൈനിനെ എത്ര പാർട്സ് ആണ് ആക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ഭാഗങ്ങളാണ് ആക്കേണ്ടത്? 3 ഭാഗങ്ങളല്ലേ? അപ്പോൾ 7ന്റെ ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. 5, 6, 7, 8, 9. അപ്പൊ 5, 6, 8, 9 ഒക്കെയാണ് നമ്മുടെ 7ന്റെ അടുത്തുള്ള സംഖ്യകൾ. ഇതിലെ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 6 3ന്റെ ഗുണിതമല്ലേ? 9 3ന്റെ ഗുണിതമല്ലേ? കാരണം 3 × 2 ചെയ്താൽ 6 കിട്ടും, 3 × 3 ചെയ്താൽ 9 കിട്ടും. അപ്പൊ 6, 9 ഒക്കെയാണ് 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഗുണിതങ്ങൾ. അപ്പൊ 7ന്റെ ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 6 അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ 6 എടുക്കുന്നത്. എന്തിനാണ് 6 എടുക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ 7 സെന്റിമീറ്ററിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ആ ലൈനിൽ നിന്നാണ് നമ്മൾ ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരയ്ക്കുന്നത്. അപ്പൊ ആ ലൈനിന്റെ നീളം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്തത്. ഓക്കെ, എന്താണ് ചെയ്തത്? 7 സെന്റിമീറ്ററിന്റെ ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗുണനം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമ്മളോട് 7 സെന്റിമീറ്റർ ലൈനിനെ 4 ഈക്വൽ പാർട്സ് ആണ് ആക്കാൻ പറഞ്ഞതെങ്കിലോ നമ്മൾ എന്താണ് 7 സെന്റിമീറ്ററിന്റെ ഏറ്റവും അടുത്തുള്ള 4ന്റെ ഗുണിതം അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 3 ഈക്വൽ പാർട്സ് ആക്കാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3ന്റെ ഗുണിതം കണ്ടുപിടിച്ചു. 6 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണത്? ഇവിടെ നിന്നും ഒരു 6 സെന്റിമീറ്റർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. ഇതിനെ നമുക്ക് 6 സെന്റിമീറ്റർ എന്നിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ 6 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 7 സെന്റിമീറ്റർ ലൈനിനെയാണ് ആക്ച്വലി 3 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ 6 സെന്റിമീറ്റർ ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരലൽ ലൈൻസുകൾ ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 7 സെന്റിമീറ്റർ ലൈൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് വരുന്ന പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ തമ്മിലുള്ള അകലം തുല്യമായിരിക്കണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 6 സെന്റിമീറ്റർ ലൈനിൽ നിന്നാണ് നമ്മൾ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരയ്ക്കുന്നത്. അവയുടെ ഡിസ്റ്റൻസുകൾ തുല്യമായിരിക്കണം. അതിനായിട്ട് നമുക്ക് 6 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കണം. എങ്ങനെയാണ്? 6/3 ചെയ്താൽ പോരെ? 6/3 എത്രയാണ്? 2. അതായത് 6 സെന്റിമീറ്റർ ലൈനിനെ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്ന് സ്കെയിലിൽ അളന്നു കഴിഞ്ഞാൽ നമുക്ക് 3 പാർട്ടായി കിട്ടില്ലേ? അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 2 സെന്റിമീറ്റർ അളന്നതിന് ശേഷം അത് അടയാളപ്പെടുത്തുന്നു. അപ്പൊ ഈ ഒരു പാർട്ട് 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു പാർട്ട് 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു പാർട്ട് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 1, 2, 3 പോയിന്റുകൾ കിട്ടി. ഈ 3 പോയിന്റുകളിൽ നിന്നാണ് നമ്മൾ ഈ 7 സെന്റിമീറ്റർ ലൈനിലേക്ക് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പോയിന്റും കൂടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു പാരലൽ ലൈൻ അഥവാ ഒരു സമാന്തര വര കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്നും പാരലൽ ലൈൻസ് വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് 2 ടൂൾസിന്റെ ആവശ്യമുണ്ട്. ഒന്ന് നിങ്ങളുടെ കയ്യിൽ സാധാരണയായിട്ടുണ്ടാവുന്ന സ്കെയിലാണ്.
രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവും. ഒന്നാമത്തത് ഈ ടൈപ്പാണ്, രണ്ടാമത്തത് ഈ ടൈപ്പാണ്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്വയേഴ്സ് ഇല്ലേ, അതിലെ ഈ സെറ്റ് സ്ക്വയർ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്കെയിലും ആവശ്യമുണ്ട്, ഒരു സെറ്റ് സ്ക്വയറും ആവശ്യമുണ്ട്. ഈ 2 ടൂൾസ് ഉപയോഗിച്ചാണ് ഈ പോയിന്റിൽ നിന്നും നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ സ്കെയില് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ സ്കെയില് നമ്മൾ ഈ ഒരു ലൈനിന് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്കെയില് വെച്ചു, ഇവിടെ സെറ്റ് സ്ക്വയറും വെക്കുന്നു. ഇനി ഈ സെറ്റ് സ്ക്വയറിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്കെയിൽ അവിടെ തന്നെ വെച്ച് നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ മാത്രം നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് മാറ്റണം. ഇനി ഇവിടെ നിന്നും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതാ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 പാരലൽ ലൈൻസ് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് വരച്ചില്ലേ. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് 3 പാരലൽ ലൈൻസ് കിട്ടി. ഈ 3 പാരലൽ ലൈൻസുകളും തമ്മിലുള്ള അകലം എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലേ? അതായത് സെയിം അകലമാണ്. അതായത് ഈ 7 സെന്റിമീറ്റർ ലൈനിനെ നമ്മൾ ഈ 3 പാരലൽ ലൈൻസ് അഥവാ 3 സമാന്തര വരകൾ ഉപയോഗിച്ച് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു 3-4 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ഇത് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളൊരു പേപ്പറും സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് ഇത് വരച്ച് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സമഭുജ ത്രികോണം അഥവാ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? 3 വശങ്ങളും തുല്യമായ ട്രയാങ്കിൾസ് അഥവാ ത്രികോണങ്ങളെയാണ് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡും തുല്യമായിരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ 7 സെന്റിമീറ്റർ ആയിരിക്കണം. എന്താണ് പെരിമീറ്റർ എന്ന് പറയുന്നത്? ഇതിന്റെ 3 വശങ്ങളും കൂട്ടിയതിനെയാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? ആ ട്രയാങ്കിളിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കണം. അതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ 7 സെന്റിമീറ്റർ ആയിരിക്കണം. അതായത് ഈ 3 ലൈനും കൂട്ടിയത് 7 സെന്റിമീറ്റർ ആയിരിക്കണം. ഇതെങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പൊ ഇവിടെ നമുക്കൊരു 7 സെന്റിമീറ്റർ ലൈന് തന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഓരോ വശങ്ങളും എത്രയായിരിക്കണം? 2.33 2.333 2.333 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സ്കെയിലിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ 7 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ടില്ലേ? അതായത് ഈ പാർട്ട് എത്രയായിരിക്കും? 2.333 ആയിരിക്കും. ഈ പാർട്ട് എത്രയായിരിക്കും? 2.333 ആയിരിക്കും. ഈ പാർട്ട് എത്രയായിരിക്കും? 2.333 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണോ നമുക്ക് പെരിമീറ്റർ അഥവാ ചുറ്റളവ് തന്നിട്ടുള്ളത്, ആ ലൈന് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയി വരച്ചതിന് ശേഷം ഇതേപോലെ പാരലൽ ലൈൻസുകൾ ഉപയോഗിച്ച് അതിനെ 3 ഈക്വൽ പാർട്സ് അഥവാ 3 സമഭാഗങ്ങളാക്കി മുറിക്കണം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ 7 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ 3 സമഭാഗങ്ങളാക്കി തിരിച്ചു വെച്ചിട്ടില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു പാർട്ട് ഇതുപോലെ അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് നമുക്ക് ഇങ്ങോട്ടും ഈ പാർട്ട് ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടില്ലേ? അതിന്റെ 3 വശങ്ങൾ 2.33 വീതമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇത്രയും വരെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇതുവരെ ഇതുപോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് ഉപയോഗിച്ച് ഇത് മുതൽ
ഇതുവരെയുള്ള അളവ് എടുക്കണം. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള അളവ് കോമ്പസിന്റെ പോയിന്റ് ഇവിടെ വെക്കുകയും പെൻസിലിന്റെ പോയിന്റ് ഇവിടെയും വെക്കുക. എന്നിട്ട് നമ്മൾ ഈ അളവ് എടുത്തതിന് ശേഷം കോമ്പസിന്റെ പോയിന്റ് ഇവിടെ തന്നെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ പെൻസിൽ കൊണ്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ കോമ്പസ് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടേക്കുള്ള അളവ് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ കോമ്പസിന്റെ പോയിന്റ് ഇവിടെ വെച്ച് പെൻസിൽ കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ സെന്റർ. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2.333 സൈഡ് ലെങ്ത് ഉള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടില്ലേ? ഓക്കെ, ഇതുപോലെ കിട്ടും. ഈ സൈഡ് എത്രയായിരിക്കും? 2.333 ആയിരിക്കും. ഈ സൈഡ് 2.333 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 7 സെന്റിമീറ്റർ പെരിമീറ്റർ അഥവാ ചുറ്റളവും 3 സൈഡും തുല്യവുമായ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം കിട്ടിയില്ലേ? ഈ ഒരു ചോദ്യം എപ്പോഴും വരുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റത്തെ ചോദ്യത്തിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ 7 സെന്റിമീറ്റർ ലൈനിനെ 3ആയി ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോ ഇവിടെ 7 സെന്റിമീറ്റർ അല്ല 11 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു, 3ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ഈ ഒരു ഭാഗം ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് 11 സെന്റിമീറ്ററോ 7 സെന്റിമീറ്ററോ ഏതാണോ നമ്മുടെ ഈ ലൈനിന്റെ ലെങ്ത്, ആ ഒരു ലെങ്തിലുള്ള പെരിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് 15 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ. ഓക്കെ, അതായത് ചുറ്റളവ് നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ 4 സൈഡുകളും അഥവാ 4 വശങ്ങളും തുല്യമായിരിക്കും. ഈ 4 വശങ്ങൾ കൂട്ടിയതിനെയാണ് നമ്മൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ 4 വശം കൂട്ടിയത് 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്വയർ അഥവാ സമചതുരമാണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുക? നമ്മൾ എന്ത് ചെയ്യും? ഈ 15 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, 15 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 15 സെന്റിമീറ്ററിനെ നമുക്ക് 4 ഈക്വൽ പാർട്സ് അല്ലേ ആക്കേണ്ടത്? ഇവിടെ ട്രയാങ്കിൾ ആയപ്പോൾ നമുക്ക് ട്രയാങ്കിളിന് 3 വശങ്ങളുള്ളൂ, അതുകൊണ്ട് 3 പാർട്സ് ആക്കിയാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? സ്ക്വയർ അഥവാ സമചതുരമാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? 4 ഈക്വൽ പാർട്സ് ആക്കണം. 15 സെന്റിമീറ്ററിനെ 4 ഈക്വൽ പാർട്സ് ആക്കണം. ഓക്കെ, അപ്പൊ 4 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? 15ന്റെ അടുത്തുള്ള 4ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, 15ന്റെ അടുത്തുള്ള നമ്പേഴ്സ് 14, 13, 16, 17 എന്നിവയല്ലേ? ഇതിൽ ഏതാണ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 4ന്റെ ഗുണിതമായി വരുന്നത്? 16 4ന്റെ ഗുണിതമല്ലേ? 4 × 4 ചെയ്താൽ നമുക്ക് 16 കിട്ടും. അപ്പൊ 15ന്റെ ഏറ്റവും അടുത്തുള്ള 4ന്റെ ഗുണിതം അഥവാ മൾട്ടിപ്പിൾ 16 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് 15 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് 16 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 16 സെന്റിമീറ്റർ ലൈനിനെ 4ആയി ഡിവൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യും? നമ്മൾ 16/4 ചെയ്യും. 16/4 എത്രയാ? 4 അല്ലേ? അതായത് 4 സെന്റിമീറ്റർ വീതം സ്കെയിലിൽ അളന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 16 സെന്റിമീറ്ററിനെ 4 ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ 4 സമഭാഗങ്ങളായി കിട്ടും. ഓക്കെ, ഇങ്ങനെ നമ്മൾ 16 സെന്റിമീറ്ററിനെ 4 ഈക്വൽ പാർട്സ് ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റും കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്കെയിലും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്ത് ഈ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ വരയ്ക്കുന്നു. ഈ സമാന്തര വരകൾ അപ്പോൾ എന്ത് ചെയ്തു? ഈ 15 സെന്റിമീറ്റർ ലൈനിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയി. ഇനി നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം അവിടെ വെക്കുന്നു. ബാക്കി നമുക്ക് ഈ 3 പാർട്സുകൾ എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ 3 വശങ്ങളാക്കി എടുക്കണം. അതിനെന്ത് ചെയ്യണം? കോമ്പസ് ഉപയോഗിക്കുന്നു. നേരത്തെ പോലെ തന്നെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് കോമ്പസിന്റെ പോയിന്റ് ഇവിടെയും പെൻസിൽ ഇങ്ങോട്ടും അളന്നെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് അളന്നെടുക്കും. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ വെക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ടും ഒരു പെർപെൻഡിക്കുലർ ലൈനും വരയ്ക്കുന്നു.
ഇനി കോമ്പസ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പെൻസിൽ കൊണ്ട് ഇങ്ങോട്ടും അടയാളപ്പെടുത്തുന്നു. അതുപോലെ കോമ്പസ് ഇവിടെ വെച്ച് പെൻസിലും കൊണ്ട് ഇങ്ങോട്ടും അടയാളപ്പെടുത്തുന്നു. ഇനി ഈ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടിച്ച് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 15 സെന്റിമീറ്റർ പെരിമീറ്റർ അഥവാ ചുറ്റളവുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം കിട്ടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരയ്ക്കേണ്ടത് എന്നൊരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇത്രയും കാര്യങ്ങളാണ് ഈക്വൽ ഡിവിഷൻ അഥവാ സമഭാഗം എന്ന പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത പാർട്ടിൽ അൺഈക്വൽ ഡിവിഷൻ അഥവാ അസമഭാഗം എന്ന പാർട്ടും അതിൽ നിന്നും എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പാർട്ടിൽ എന്തെങ്കിലും സംശയമോ സജഷനോ ഉണ്ടെങ്കിൽ കമന്റ് ആയി അറിയിക്കണേ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു.